18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് കോട്ടയം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലാകെ 1564 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉണ്ടാവുകയെന്നും കളക്ടർ പറഞ്ഞു. ആകെയുള്ള വോട്ടർമാരുടെ എണ്ണം 15,69 lakhs ആണ്. അതിൽ 8,07,513 സ്ത്രീകളാണ്, 7,61,938 പുരുഷന്മാർ, 12 ട്രാൻസ്ജെൻഡർമാർ. പുതിയ വോട്ടർമാർ 26,715, 51,830 സീനിയർ സിറ്റിസൺസ് ആണ്, 14,750 PWD വോട്ടേഴ്സ് ആണ്. പ്രവാസി വോട്ടർമാർ 1,517 ആണ്. നമ്മൾ ഫോം 6ന്റെ അവസാനത്തെ ഡേറ്റ് മാർച്ച് 25 ആണ്. മാർച്ച് 25 വരെ കിറ്റിന് ഫോം 6 നമുക്ക് പ്രോസസ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ജില്ലയിലെ ആകെ 9 കോൺസ്റ്റിറ്റ്യുവൻസി ആണ് ഉള്ളത്. പക്ഷെ നമ്മുടെ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസി 9 അസംബ്ലി സെഗ്മെന്റ് ആണ് ഉള്ളത്. പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസി 1 ആണ് കോട്ടയം HPCയിൽ ഉള്ളത് 7 അസംബ്ലി സെഗ്മെന്റ് ആണ്. നമ്മൾ കോട്ടയം, പുതുപ്പള്ളി, ഏറ്റുമാനൂർ, വൈക്കം, പിറവം, പടുത്തുരുത്തി, പാല, ഇത്രയാണ് നമ്മുടെ കോട്ടയം HPCയിൽ ഉള്ളത്. പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും പത്തനംതിട്ട HPC ആണ്. ചങ്ങനാശ്ശേരി, മാവേലിക്കര HPC ആണ്. ജില്ലയിൽ 8,07,513 സ്ത്രീ വോട്ടർമാരും 7,61,938 പുരുഷ വോട്ടർമാരും 12 ട്രാൻസ്ജെൻഡർ വിഭാഗവുമുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. മാർച്ച് 26 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകിയ അപേക്ഷകൾ പരിഗണിച്ച് പുതുക്കിയ വോട്ടർ പട്ടിക പിന്നീട് പ്രസിദ്ധീകരിക്കുമെന്നും കളക്ടർ പറഞ്ഞു. സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണത്തിനായി ചെലവഴിക്കാവുന്ന പരമാവധി തുക 95 ലക്ഷം രൂപയായിരിക്കും. ഇതിനായി പുതിയ ബാങ്ക് അക്കൗണ്ട് നോമിനേഷൻ കൊടുക്കുന്നതിന് ഒരു ദിവസം മുമ്പെങ്കിലും ആരംഭിക്കണം. ഈ അക്കൗണ്ട് വിവരം നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകണം. സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിന് ചെലവാക്കുന്ന തുക സംബന്ധിച്ച അക്കൗണ്ട് ഓരോ ദിവസവും തയ്യാറാക്കി വയ്ക്കണം. സ്ഥാനാർത്ഥിയുടെ ചെലവ് സംബന്ധിച്ച കണക്കെടുപ്പ് ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും അസിസ്റ്റന്റ് എക്സ്പെൻഡിച്ചർ ഒബ്സർവർമാർ നിരീക്ഷിച്ച് വിലയിരുത്തുമെന്നും കളക്ടർ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ TS ജയശ്രീ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന P ആനന്ദ് എന്നിവരും പങ്കെടുത്തു. ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ തകർക്കുന്ന നിലപാടാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ സ്വീകരിക്കുന്നതെന്നാരോപിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ശക്തമായ സമരത്തിൽ. സംസ്ഥാന വ്യാപകമായി കളക്ട്രേറ്റ് പടിക്കൽ പ്രതിഷേധ മാർച്ചും ധർണയും. ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ കുത്തകകൾക്ക് അടിയറ വയ്ക്കാനുള്ള നീക്കമാണ് ഗതാഗത മന്ത്രി നടത്തുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. ബുധനാഴ്ച രാവിലെ 11-ന് ആലപ്പുഴ കളക്ട്രേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും സമിതി ജില്ലാ പ്രസിഡന്റ് MM ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ, ആ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉണ്ടാകുന്ന സംവിധാനമെല്ലാം തന്നെ താറുമാറാകുന്ന രൂപത്തിൽ, നിലവിലുണ്ടാകുന്ന സംവിധാനങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യുന്ന രൂപത്തിൽ, ഇവിടെ സൂചിപ്പിച്ച കണക്ക് 2-2.5 ലക്ഷം ആൾക്കാർ ഉപജീവനം നടത്തുന്ന, അവരുമായിട്ട് ബന്ധപ്പെട്ടവർ ഉപജീവനം നടത്തുന്ന ജീവിത സാഹചര്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് കോർപ്പറേറ്റുകൾക്ക് മാറ്റിക്കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു സമീപനമാണ് ഈ സർക്കുലറിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മെച്ചപ്പെട്ടതാകുമ്പോൾ നമ്മൾ അത് അംഗീകരിക്കുകയും അതിലേക്ക് നൂതനമായ ആശയങ്ങളൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്യും. എന്നാൽ പരിഷ്കാരങ്ങൾ നിലവിലെ സംവിധാനങ്ങളെയും നിലവിലുണ്ടാകുന്ന ജീവിത സാഹചര്യങ്ങളെയും തട്ടിത്തെറിപ്പിക്കുന്നതാകരുത്. ഇത് സത്യത്തിൽ ഒരു സമരം മാത്രമല്ല, ഇതൊരു അതിജീവനത്തിന്റെ പോരാട്ടമാണ്. നിലവിലുണ്ടായിരിക്കുന്ന 10-50 വർഷക്കാലമായിട്ട് ജീവിച്ചു വന്ന ജീവിത സാഹചര്യങ്ങളും ഒരു സംവിധാനങ്ങളെ ആകമാനം ഇല്ലായ്മ ചെയ്യുന്ന ഒരു സർക്കുലറായി മാറും. ധർണാ യോഗത്തിൽ സുധീർ അൽസൺ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഹാരിസ് ആസാദ് മുഖ്യപ്രഭാഷണം നടത്തി. അൻസാരി ചങ്ങാരപ്പള്ളി, AS രാജേന്ദ്രൻ, വർഗീസ്, രാജേഷ് കുട്ടനാട് എന്നിവർ സംസാരിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്ത ശക്തമായ സമരമാണ് ആലപ്പുഴ കളക്ട്രേറ്റിൽ അരങ്ങേറിയത്. AC കനാലിൽ മനക്കച്ചിറ ഭാഗത്തെ പോള നീക്കം ചെയ്യുമ്പോൾ അതോടൊപ്പമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കരാറുകാരൻ വിസമ്മതിക്കുന്നതായി പരാതി.
അധികൃതർ ഇടപെട്ട് മാലിന്യം കൂടി വാരി മാറ്റാൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. AC കനാലിൽ മനക്കച്ചിറ ഭാഗത്തെ പോള നീക്കം ചെയ്യുന്ന ജോലികൾ ഇപ്പോൾ നടന്നു വരികയാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ ഇവിടെ പല കാലങ്ങളിലായി പോള നീക്കം ചെയ്ത് കനാൽ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നീട് ഓരോ പ്രാവശ്യവും 3 മാസങ്ങൾക്കുള്ളിൽ പോള നിറയുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ മനക്കച്ചിറ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പോള വാരൽ എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ നാട്ടുകാർ ഒരു പ്രശ്നം ഉന്നയിക്കുന്നത് പോള വാരാൻ കരാർ ഏറ്റെടുത്ത ആൾ കനാലിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. പോള നീക്കുന്നതിനാണ് താൻ കരാർ ഏറ്റെടുത്തിരിക്കുന്നതെന്നും മാലിന്യശേഖരം ഇതിൽ ഉൾപ്പെടുന്നില്ലെന്നും കരാറുകാരൻ പറഞ്ഞതായി നാട്ടുകാർ KCV ന്യൂസ് പ്രതിനിധിയോട് പ്രതികരിച്ചു. പോള നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ്റുമായിട്ടുള്ള ധാരണപ്രകാരം 35 ലക്ഷം രൂപയ്ക്കാണെന്നാണ് എഗ്രിമെൻ്റ് എന്നാണ് നമ്മുടെ അറിവ്. പക്ഷേ ഈ പോള വാരുമ്പോൾ ചങ്ങനാശ്ശേരി നഗരസഭയുടെ ഹൃദയഭാഗത്തു നിന്ന് വരുന്ന മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞുകൂടുന്നത് AC കനാലിലാണ്. ഈ കനാൽ വൃത്തിയാക്കുമ്പോൾ സർവ്വ മാലിന്യങ്ങളും ഒഴിവാക്കി വാരി വൃത്തിയാക്കി തരണമെന്നുള്ളൊരു എഗ്രിമെൻറ്റിലാണെന്നുള്ളതാണ് നമ്മുടെ അറിവ്. അവരുടെ കോൺട്രാക്ട് പിടിച്ചിരിക്കുന്ന ആൾ കരാറുകാരൻ പറയുന്നത് ഈ മാലിന്യങ്ങൾ വാരത്തില്ല, പോള മാത്രമേ വാരത്തുള്ളൂ എന്നാണ് പറയുന്നത്. അത് നീതിയുക്തമായ ഒരു കാര്യമല്ല. ഇതിനകത്ത് അടിയന്തര ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും നഗരസഭയുടെ ഭാഗത്തുനിന്നും ഇറിഗേഷൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ഈ ചങ്ങനാശ്ശേരി നഗരസഭയിൽ നിന്നും വരുന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ അവിടുന്ന് വെച്ചിരിക്കുന്ന കക്കൂസ് മാലിന്യങ്ങൾ വരെയാണ് ഈ ആറ്റിൽ വന്ന് അടിഞ്ഞു ചേരുന്നത്. അപ്പോൾ ഇത് ഈ നാട്ടിലെ ജനങ്ങൾ പണ്ട് കുടിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ജലമാണ്. ഇപ്പം അത് ഇറങ്ങിന്ന് കുളിക്കാനോ നനയ്ക്കാനോ പറ്റത്തില്ല. അന്യായമായ രോഗങ്ങൾ ഉണ്ടാകുന്ന കീടാണുക്കൾ ഇഷ്ടം പോലെ ഇതിനകത്ത് അടിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇത് വൃത്തിയാക്കി തരുന്നതിന് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ കരാറുകാരൻ പറഞ്ഞത് ഞാൻ പോളവാരി മാത്രം ഏറ്റിട്ടുള്ളതെന്നുള്ളതാണ്. അത് നടപടിയില്ലാത്ത കേസുകെട്ടാണെന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നുമാണ് ജനങ്ങളുടെ അഭിപ്രായം എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഏതായാലും പോള വാരുന്ന കൂട്ടത്തിൽ മാലിന്യം കൂടി നീക്കിക്കളഞ്ഞെങ്കിൽ മാത്രമേ കനാൽ വൃത്തിയാകൂ എന്നത് ആരെയും പഠിപ്പിക്കേണ്ടതില്ലല്ലോ. ഈ സാഹചര്യത്തിൽ MLAയോ നഗരസഭാ അധികൃതരോ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് വേണ്ടത്. കുടുംബ സംബന്ധമായ പരാതികൾ കൂടി വരികയാണെന്ന് വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ജെൻഡർ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടത്തിയ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം. ഭാര്യ, ഭർത്താവ്, മരുമകൾ, അമ്മായിയമ്മ, ഭർത്തൃ സഹോദരി തുടങ്ങിയവർ ഉൾപ്പെട്ട കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണെന്ന് വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു. കുടുംബാംഗങ്ങൾ തമ്മിലും വ്യക്തികൾ തമ്മിലും സാമൂഹികമായ കാര്യങ്ങളിലും ബന്ധങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും മഹിളാമണി കൂട്ടിച്ചേർത്തു. ഗാർഹിക പീഡനം, സഹോദരങ്ങൾ തമ്മിലുള്ള സ്വത്ത് തർക്കം തുടങ്ങിയ കേസുകൾ ജില്ലാതല അദാലത്തിൽ പരിഗണിച്ചു. കായംകുളം, മാന്നാർ, മാവേലിക്കര തുടങ്ങിയ ആലപ്പുഴ ജില്ലയുടെ തെക്കൻ പ്രദേശങ്ങളിൽ നിന്നാണ് പരാതികൾ കൂടുതലെന്നും വനിതാ കമ്മീഷൻ അംഗം വ്യക്തമാക്കി. ജില്ലാതല അദാലത്തിൽ 13 കേസുകൾ തീർപ്പാക്കുകയും 9 എണ്ണത്തിൽ പോലീസിനോട് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. 4 കേസുകൾ കൗൺസിലിംഗിന് കൈമാറി. ബാക്കി 56 കേസുകൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും. ആകെ 82 പരാതികളാണ് ജില്ലാതല അദാലത്തിൽ പരിഗണിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര മണ്ഡലം SUCI കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി K. ബിമൽജിയുടെ ഇലക്ഷൻ പ്രചരണാർത്ഥം മാന്നാറിൽ പൊതുയോഗം ചേർന്നു. പാർട്ടി ചെങ്ങന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. വള്ളക്കാലിൽ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് EV പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തിന്റെ രക്ഷകനാണ്, അവതാരമാണ് എന്ന നിലയിൽ അവതരിപ്പിക്കുകയും ഫ്ലക്സ് ബോർഡുകൾ രാജ്യത്തുടനീളം ഉയർത്തുകയും ചെയ്തത് നമ്മൾ മറന്നു പോകരുത്. ആയിരക്കണക്കിന് കോടി രൂപ നരേന്ദ്രമോദിയെ ഒരു അവതാര പുരുഷനായിട്ട് അവതരിപ്പിക്കുന്നതിൽ കോർപ്പറേറ്റുകൾ മുടക്കി. അങ്ങനെ 2014 തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തോടു കൂടി BJP അധികാരത്തിൽ വരുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെട്രോളിനും ഡീസലിനും 50 രൂപയാക്കും. നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 1 ലിറ്റർ പെട്രോളിന്റെ വില 71 രൂപയാണ്. പക്ഷേ ഈ 2024 ഇന്ന് നിങ്ങൾ ഒരു പെട്രോൾ പമ്പിൽ ചെന്നിട്ട് ചോദിച്ചു നോക്കണം, 1 ലിറ്റർ പെട്രോൾ എന്ത് വിലയാണ്? 107 രൂപ നമ്മൾ കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് അരിക്കിപ്പോൾ നമ്മൾ കേരളത്തിൽ അരി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 53 രൂപ കൊടുക്കണം.
പ്രതിവർഷം 2 കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്ന മോദി സർക്കാർ തൊഴിൽ കൊടുത്തില്ലെന്ന് മാത്രമല്ല ലക്ഷക്കണക്കിന് യുവാക്കളുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്തതെന്ന് ഇ.വി. പ്രകാശ് ഉദ്ഘാടന പ്രസംഗത്തിൽ ആരോപണം ഉന്നയിച്ചു. സമ്മേളനത്തിൽ മാന്നാർ ലോക്കൽ കമ്മിറ്റി അംഗം ബി. പ്രണീഷ് അധ്യക്ഷനായിരുന്നു. നിയോജക മണ്ഡലം കൺവീനർ ടി. കോശി, അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടനാ ജില്ലാ കമ്മിറ്റി അംഗം ടെസ്സി ബേബി, പി. വി. ജോയ്, സ്ഥാനാർത്ഥി കെ. ബിമൽജി എന്നിവർ സംസാരിച്ചു. മാന്നാർ കുട്ടമ്പേരൂർ സന്തോഷ് ഭവനത്തിൽ അനിൽകുമാറിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. മാർച്ച് 10 മുതലാണ് സുരേഷ് എന്ന് വിളിപ്പേരുള്ള അനിൽകുമാറിനെ കാണാതായത്. ചൊവ്വാഴ്ച വൈകുന്നേരം കുന്നത്തൂർ UP സ്കൂൾ പരിസരത്ത് കൂടിയ ആക്ഷൻ കൗൺസിൽ രൂപീകരണ യോഗം CPIM മാന്നാർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പ്രൊഫസർ PD ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഗ്രാമവാസികൾക്കാകെ വളരെ ഖേദമുണ്ടാക്കുന്ന ഒരു സംഭവം. അതിനെപ്പറ്റിയുള്ള അന്വേഷണം പോലീസ് അധികാരികളും നാട്ടുകാരും ഒക്കെ സാധാരണ ഒരാൾ നാട് വിട്ടു പോകണമെങ്കിൽ ഒന്നുകിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടാകാം, ഭാര്യയോട്, മക്കളോട്, ബന്ധുക്കളോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടാകാം, അല്ലെങ്കിൽ ആരെങ്കിലും ക്രൂരമായി ഭീഷണിപ്പെടുത്തിയാലും പോകാം. ഇതൊക്കെയാണ്. പക്ഷേ അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊന്നും ഗൗരവമായിട്ട് നമ്മുടെ മുമ്പിലില്ല. 7 സഹോദരങ്ങൾ, 3 പേര് പ്രതിരോധ സേനയിൽ ഉദ്യോഗസ്ഥരായിരുന്നു. നല്ല കരുത്തന്മാരായ. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BK പ്രസാദിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. BK പ്രസാദ് ചെയർമാനായും മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി കൺവീനറായും 101 പേരടങ്ങുന്ന ജനറൽ കമ്മിറ്റിയും 25 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും യോഗത്തിൽ രൂപീകരിച്ചു. കുന്നത്തൂർ ദേവസ്വം ഖജാൻജിയും SKV ഹൈസ്കൂൾ ജീവനക്കാരനുമായിരുന്ന അനിൽകുമാറിനെ മാർച്ച് 10 മുതലാണ് കാണാതായത്. കുടുംബം നൽകിയ പരാതിയിൽ മാന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും നാളിതുവരെ കണ്ടെത്താനായിട്ടില്ല. സോഷ്യൽ മീഡിയ വഴി തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വന്ന പോസ്റ്റിൽ മനം നൊന്താണ് സുരേഷ് നാടുവിട്ടതെന്ന് സംശയം നിലനിൽക്കുന്നുണ്ട്. 2 കുഞ്ഞുങ്ങളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക ആശ്രയമായ അനിൽകുമാറിനെ എത്രയും വേഗം കണ്ടെത്തണമെന്നും ഈ തിരോധാനത്തിന് കാരണക്കാരായ ആളുകളെ കണ്ടെത്തി നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണമെന്നും ആക്ഷൻ കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്കും DGPക്കും തഹസിൽദാർ അടക്കമുള്ളവർക്കും ആക്ഷൻ കൗൺസിൽ പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CP സുധാകരൻ, മാന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ്, പഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം, സുജാത മനോഹരൻ, അനീഷ് മണ്ണാരേത്ത്, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കളായ PN ശെൽവരാജ്, പ്രശാന്ത് കുമാർ, കുന്നത്തൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സുനിൽ ശ്രദ്ധേയം തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മാർച്ച് 19 ചൊവ്വാഴ്ച വൈകുന്നേരം 5-ന് നെടുമുടി റോഡ് മുക്കിൽ EMS AKG അനുസ്മരണ സമ്മേളനം ചേർന്നു. CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണ പരിപാടികൾ. CPIM തകഴി ഏരിയ കമ്മിറ്റി സെക്രട്ടറി KS അനിൽകുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 1957 ആവുമ്പോൾ ലോകത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാലറ്റിലൂടെ അധികാരത്തിൽ വരികയാണ് കേരളത്തിൽ. അങ്ങനെ കേരളത്തിലെ അധികാരത്തിൽ വരുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കാൻ അന്നത്തെ പാർട്ടി നിയോഗിച്ചത് അങ്ങനെയാണ്. ചരിത്രത്തിന്റെ ഭാഗമായി ലോകത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിന്റെ ഭാഗമായി അധികാരത്തിൽ വന്ന, തെരഞ്ഞെടുപ്പിലൂടെ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് തലവനായി അന്ന് EMS മാറുകയാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പോകുവാൻ വേണ്ടി അതിന്റെ തലേദിവസം ഇവിടെ പുന്നപ്ര വയനാടിന്റെ മണ്ണിലേക്ക് അല്ലേ CPയുടെ ചോദ്യപട്ടാളത്തിനെതിരെ അമേരിക്കൻ മോഡ് അടങ്ങിക്കൊള്ളുന്ന മുദ്രാവാക്യം ഉയർത്തി പ്രായപൂർത്തി വോട്ടവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള പോരാട്ടം നടന്ന പുന്നപ്രയുള്ള മണ്ണിൽ, വയനാടിന്റെ മണ്ണിൽ ധീര അഭിവാദ്യങ്ങൾ അർപ്പിച്ചിട്ടാണ് EMS ഗവൺമെന്റ് അന്ന് തിരുവനന്തപുരത്ത് പോയി അധികാരം എടുക്കുന്നത്. സമ്മേളനത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗം രജനി അജിത് കുമാർ അധ്യക്ഷയായിരുന്നു. ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KG അരുൺകുമാർ, നേതാക്കളായ P സജിമോൻ, TG ജലജകുമാരി, MJ മനോഹരൻ, T മനു എന്നിവർ സംസാരിച്ചു. തലവടി പഞ്ചായത്ത് 8-11 വാർഡുകളിലെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ മാതൃകാപരം.
മുരിക്കോലുമുട്ട് തോട്ടിലും അതിൻ്റെ ഇരുകരകളിലുമായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ. തോട്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം ഇരുകരകളിൽ നിന്നും തോട്ടിലേക്ക് ചാഞ്ഞു കിടന്നിരുന്ന മരച്ചില്ലുകളും ജനകീയ സമിതി പ്രവർത്തകർ വെട്ടിമാറ്റി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, വാർഡ് അംഗങ്ങളായ കലാമധു, പ്രിയ അരുൺ, സമിതി പ്രവർത്തകരായ കൊച്ചുമോൻ വാദപ്പള്ളി, PG കുറുപ്പ്, സണ്ണി പാലത്തിങ്കൽ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. ഭക്തജനപ്രവാഹം പ്രളയത്തിൽ അകപ്പെടാതിരിക്കാൻ കൈകോർത്ത് നിന്നിരിക്കുകയാണ് ഒരു ഗ്രാമം. വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ മങ്കൊമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രം ഉയർത്തിയത് തറനിരപ്പിൽ നിന്നും 6 അടി. കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം വന്നു പോവുക സാധാരണമാണെങ്കിലും അടുത്ത കാലങ്ങളിലായി ഉയർന്നു വരുന്ന ജലനിരപ്പ് പെട്ടെന്ന് ഒഴുകി മാറുന്നില്ല. അതിന് പല കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും വെള്ളപ്പൊക്ക കാലത്ത് ആഴ്ചകളോളം വെള്ളം കെട്ടിനിൽക്കുന്നത് കെട്ടിടങ്ങളുടെ നാശമടക്കം പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. 2018 മഹാപ്രളയത്തിൻ്റെ കാര്യം പറയുകയും വേണ്ട. പിന്നീട് ഇങ്ങോട്ടുള്ള വർഷങ്ങളിലെല്ലാം 1-2 മഴ കൊണ്ട് തന്നെ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുന്ന സ്ഥിതിയാണ്. മഹാപ്രളയത്തിന് ശേഷം കരഭൂമി ഏറെ താഴുന്ന സ്ഥിതിയുമുണ്ടായി. മങ്കൊമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രവും അതിൻ്റെ പരിസരങ്ങളും ഇത്തരം പ്രതിസന്ധികളിൽ അകപ്പെടുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം 6 അടി ഉയർത്തുവാൻ തീരുമാനിച്ചത്. ഇപ്പോൾ അതെല്ലാം യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. 8 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള 400 ജാക്കികൾ ഒരേ സമയം ഉപയോഗിച്ചായിരുന്നു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ. ചുറ്റമ്പലത്തിനൊപ്പം ക്ഷേത്രഗോപുരം, ആനക്കൊട്ടിൽ, സേവാപന്തൽ, മൂലസ്ഥാനം എന്നിവയെല്ലാം പുനർനിർമ്മിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ മങ്കൊമ്പ് ശ്രീ ഭഗവതിയുടെ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് മാർച്ച് 22 വെള്ളിയാഴ്ച നടത്തുമെന്നും ധ്വജപ്രതിഷ്ഠ ഏപ്രിൽ 13 നടത്തുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ KCV ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. ഈ വർഷത്തെ ഉത്സവം പൂർവാധികം ഭംഗിയായി നടത്തപ്പെടുമെന്നും അവർ അറിയിച്ചു. 22-ാം തീയതി മങ്കൊമ്പ് ക്ഷേത്രത്തിൽ നടക്കുന്നത് പുനഃപ്രതിഷ്ഠാകർമ്മമാണ്. ഇവിടെ ദേവിയെ ബാലാലയത്തിലേക്ക് മാറ്റിയിട്ടാണ് അമ്പലത്തിലെ പണി തുടങ്ങിയിരുന്നത്. ദേവിയെ തിരിച്ച് ആ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുകയും അതുപോലെ തന്നെ ഉപദേവന്മാരിൽ ധാരാളം ഉണ്ട്. അവരെയൊക്കെ പുനഃപ്രതിഷ്ഠ നടത്തുക. അതുപോലെ കൊടിമരം സ്വർണ്ണ കൊടിമരമാണ്. ആ കൊടിമരം പുതിയതായിട്ട് നിർമ്മിച്ച് ഞങ്ങളിവിടെ വിഷുവിൻ്റെ തലേ ദിവസം 13-ാം തീയതി ഏപ്രിൽ 13-ാം തീയതി അതും അവിടെ പുനഃപ്രതിഷ്ഠ നടത്തും. അതിനുശേഷമാണ് ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുന്നത്. വിഷു മുതൽ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത്. പകൽ ആറാട്ട് നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രം ഇതാണ്. വളരെ ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതെ, അത് ഈ ഉത്സവം തുടങ്ങിയ 8-ാമത്തെ ദിവസമാണ് ആറാട്ട്. പിന്നെ ഗരുഡൻ തൂക്കം, അങ്ങനെ ഒരുപാട് ക്ഷേത്ര ആചാരങ്ങളുണ്ട് ഇവിടെ. അതെല്ലാം ഈ ഉത്സവത്തോടു കൂടി നടത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ് മങ്കൊമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രം. അവിടെ ഭക്തരും നാട്ടുകാരുമെല്ലാം ഒത്തുചേർന്നപ്പോൾ പമ്പയാറിനും മണിമലയാറിനും ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അമ്പലത്തിൽ പൂജകൾക്കോ ഭക്തജന പ്രവാഹത്തിനോ തടസ്സം വരുന്നതിന് പരിഹാരം കണ്ടുകഴിഞ്ഞിരിക്കുന്നു. ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ മാർച്ച് 22 വെള്ളിയാഴ്ച രാവിലെ 9:39 11:42 മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ചെങ്ങന്നൂർ താഴ്മൺ മഠത്തിൽ ബ്രഹ്മശ്രീ കണ്ഠരര് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. മങ്കൊമ്പ് തെക്കേക്കര പുല്ലമ്പുല ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ 16-ാമത് പുനഃപ്രതിഷ്ഠാ വാർഷിക കലശം നടത്തി. ക്ഷേത്രം തന്ത്രി വാളവകോട്ടില്ലത്ത് ബ്രഹ്മശ്രീ ദിലീപ് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ബുധനാഴ്ച രാവിലെ 6-ന് പള്ളി ഉണർത്തലോടെയാണ് ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് ഗണപതി ഹോമത്തിന് ശേഷം 8 മുതൽ കലശപൂജയും തുടർന്ന് ഉച്ചപൂജയും നടത്തി. 1 മണിക്കായിരുന്നു പ്രസാദമൂട്ട്. വൈകുന്നേരം 6-ന് പാട്ടത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് താലപ്പൊലി ആരംഭിച്ചു. 7-ന് ദീപാരാധനയും തുടർന്ന് പുഷ്പാഭിഷേകവും നടത്തി. മേൽശാന്തി വിപിൻജിത്ത് ചടങ്ങുകൾക്ക് സഹകാർമ്മികത്വം വഹിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6060 രൂപ, പവന് 48,480 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.